ക്രിസ്മസ് ആയതോടെ എല്ലാവരും കേക്ക് വാങ്ങുന്ന ഓട്ടത്തിലായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാന നഗരത്തിൽ 84 വർഷമായി പ്രവർത്തിക്കുന്ന 1940 സ്ഥാപിച്ച ഒരു കേക്കിൻ്റെ അല്ലെങ്കിൽ ബേക്കറി കടയിലാണ്. പ്രേംനാഥ് സാറാണ് അതിൻ്റെ ഉടമ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. എല്ലാവരും ഇപ്പം ഈ ക്രിസ്മസിൻ്റെ ഒക്കെ കേക്ക് വാങ്ങുന്ന ഓട്ടത്തിലാണ്. 1940 ഒരു കട സ്ഥാപിച്ചു, ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ? മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇത് ഇനി അത് ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് ഞാൻ ഈ ക്രിസ്മസ് ന്യൂ ഇയറും കഴിഞ്ഞ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വഴുതക്കാട് കട കണ്ടിന്യൂ ചെയ്യും. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അടുത്ത ജനറേഷന് താല്പര്യമില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അറിയാവുന്ന പ്രായം മുതൽ തന്നെ ഈ ഒരു കടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ? ഞാൻ അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോൾ എനിക്ക് 20 വയസ്സാണ്. അപ്പം അങ്ങനെ ഞാൻ ബിസിനസ്സിൽ വന്നതാണ്. താല്പര്യപ്പെട്ട് വന്നതൊന്നുമല്ല, പക്ഷെ എന്നാലും വന്നതിൽ എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല. കുറേ കൂടുതൽ റെക്കഗ്നീഷനുണ്ട്. വേറെ എവിടെ എന്ത് പണിക്ക് പോയാലും ഇപ്പം തന്നെ ഞാൻ 48 കൊല്ലമായി ബിസിനസ്സിൽ. വേറെ ഒന്നിലും അത്രയും സർവീസ് കിട്ടില്ല. ഒരു 2 കൊല്ലം കൂടെ ചെയ്തിട്ട് മതിയാക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ റിട്ടയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. 2 കൊല്ലം 50 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാം. ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് കേക്കുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ശാന്താസ് ബേക്കറി എന്ന് പറയുമ്പോൾ ഒരു പേരുണ്ട്. എങ്ങനെയാണ് അത് ഇത്രയും കാലം നിലനിർത്താൻ കഴിഞ്ഞത്? ചിലപ്പോൾ അത് നമ്മളെ ക്വാളിറ്റീൻ്റെ ഇതായിരിക്കാം. പിന്നെ ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം കോവിഡിൻ്റെ സമയത്തൊക്കെ കടയൊക്കെ അടയ്ക്കേണ്ടി വന്നു. ബിസിനസ്സൊക്കെ വളരെ മോശമായി. ഇപ്പം ചെറുതായി ഇങ്ങനെ പിക്ക് ചെയ്ത് വിശ്വാസമാണ്. പിന്നെ ഇവിടെ വരുന്നത് അങ്ങനെ പുതിയ കുട്ടികളൊന്നുമല്ല ഈ കടയിൽ. എല്ലാം പഴയ ആൾക്കാരാണ്. നമ്മൾ പഴയ പണ്ട് കാലം തൊട്ടുള്ള കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ പുറത്ത് പോയിരിക്കുന്നവരാണെങ്കിൽ അവരും വരും. ചിലർ കൊച്ചു കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, ഞാൻ നിൻ്റെയൊക്കെ പ്രായമായിരുന്നപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് വന്ന സ്ഥലമാണ്. ആൾക്കാർക്ക് ഈ കടയിനടുത്ത് ഒരു എന്താ പറയുക, അത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ അറ്റാച്ച്മെൻറ്റിൽ ഇത്രയും കാലം പോയി. ഇനി അതേ അറ്റാച്ച്മെൻറ്റ് വഴുതക്കാട് കടയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഇപ്പോൾ 41 ഇയേഴ്സായി. ആദ്യം സ്ഥാപിച്ചത് ഈ കട തന്നെയല്ലേ? ഇത് തന്നെ. ഞങ്ങൾ തലശ്ശേരിക്കാരാണ് ഞങ്ങൾ. അവിടുത്തെ കട 144 ഇയേഴ്സായി. 1880 തുടങ്ങിയത്. ഈ ആദ്യമായിട്ട് പ്ലം കേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവിടെയാണ്. അതാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് മുകളിൽ. ആ പടിയിലിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഈ നമ്മളെ റെക്കോർഡഡ് അറിവിൽ പ്ലം കേക്ക് അവിടെയാണ് ആദ്യം ചെയ്തത്. ഇപ്പം എത്ര കേക്കുകളുണ്ട് ഇവിടെ? വെറൈറ്റി ഇപ്പം വെറൈറ്റി കുറേ ഉണ്ട്. പക്ഷെ എല്ലാം ഒരേ സമയത്തുണ്ടാവില്ല. ചെയ്യാനുള്ള ആളുടെ പരിമിതിയും നമ്മുടെ എല്ലാം. ആദ്യം ഈ കടേൻ്റെ പുറകെ തന്നെയായിരുന്നോ ഈ മേക്കിംഗ്? ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് മെഷീനറിയൊക്കെ വന്നപ്പോൾ ഇവിടുന്ന് മാറി. ഇപ്പോൾ പുളിമൂട് ജംഗ്ഷനിലെ നമ്മളെ ശാന്ത ബേക്കേഴ്സ് ഇപ്പോൾ ഈ ന്യൂ ഇയറോട് കൂടി തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണെന്ന് ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ന്യൂ ഇയർ കഴിഞ്ഞ് പ്രോബ്ലി ഒരു 10 ദിവസം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഓർമ്മകൾ എങ്ങനെയാണ് ഈ തുടക്കം മുതലുള്ള? ഇല്ല, ആദ്യമൊന്നും ഞാൻ ഈ കടയിൽ വന്നാൽ അങ്ങനെ ഇരിക്കുമൊന്നുമില്ല. എനിക്ക് നമ്മളെല്ലാം പഴയ ക്രിക്കറ്റ് പ്ലെയേഴ്സാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടി കളിക്കാൻ പോകണം. അവർ പിന്നെ പിടിച്ചിരുത്തുന്നതാണ്. അല്ലാണ്ട് അങ്ങപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സുമായിട്ടൊന്നും വലിയ കുറച്ച് നേരം ഞാനുണ്ടാവുള്ളൂ. അച്ഛൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് ബ്രദേഴ്സായിരുന്നു അത് കൂടുതൽ. പിന്നെയാണ് ഞാൻ റെഗുലറായ. ഇപ്പം പക്ഷേ എനിക്ക് കടയിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. എന്നതൊന്നും പറ്റില്ല. കട ആളില്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. റെസ്റ്റ്ലെസ് ആയിരുന്നു. അതെല്ലാം പോയി. പിന്നീട് ഈ കട ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയല്ലേ? ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. വെച്ചാൽ ഇതിപ്പോൾ നമ്മളെവിടെ പോയാലും പേരല്ലാതെ റെക്കഗ്നൈസ്ഡ്. അത് വലിയൊരു കാര്യമല്ലേ. നമ്മളിപ്പം ഈവൻ ട്രെയിനിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ ട്രെയിനിലുള്ള കാണുമ്പോൾ സ്റ്റേഷന് തിയേറ്ററിൽ പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം, ശാന്ത ബേക്കറി. അതൊരു വലിയൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
തലസ്ഥാനത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഒരു മൈൽ സ്റ്റോൺ നമുക്ക് പറയാമല്ലേ? ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഈ ശാന്ത ബേക്കറി അവർ ഇൻക്ലൂഡ് എന്തായാലും ചെയ്യണം. ഞാൻ പലപ്പോഴും പേർക്ക് ഈ ഡബിൾ ഡെക്കർ ഇപ്പോൾ പോവില്ലേ ടൂറിസത്തിൻ്റെ, അവരിവിടെ നിർത്തിയിട്ട് ഈ പഴയ ഒരു കട എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണമെന്ന് പറയണം. ഒരേ സ്ഥലത്ത് ഒരേ മാനേജ്മെൻറ്റിൽ 84 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ കുറവായിരിക്കും. വളരെ ചുരുക്കമാണുള്ളൂ. ഒരു സെയിം സ്ഥലമാണ്, അതിനൊരു വിരാമം വരുന്നു. വിഷമമുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. ശാന്താസ് ബേക്കറി സിൻസ് 1940. തിരുവനന്തപുരത്തെ പുളിമൂട് ദീർഘകാലമായി പ്രവർത്തിച്ച ഈ ബേക്കറി ഈ ന്യൂ ഇയറും ക്രിസ്മസും കഴിഞ്ഞാൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിക്കും. പിന്നീട് അവരുടെ പ്രവർത്തനം വഴുതക്കാടാണ്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.